കോഴിക്കോട് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം. കോഴിക്കോട് 2 KSU പ്രവർത്തകർ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. റിയാസ് കൈമാർ വിവരങ്ങളുമായി ചേരുന്നു. റിയാസ്, കോഴിക്കോട്ടെ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചു KSU പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി അവർ ആയുധമാക്കുന്നു. എന്തായിരുന്നു സംഭവം? എന്തായാലും KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ആ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസ് ഇതിനകം നമ്മൾ നൽകുമെന്നാണ് കരുതുന്നത്. ാണ് കരിങ്കൊടി പ്രതിഷേധം നടന്നത്. മുഖ്യമന്ത്രിയുടെ എന്തായാലും കടന്നു പോകുന്ന ആ സമയത്ത് ഇത് മുൻപ് നേരത്തെ KSU ജില്ലാ പ്രസിഡന്റ് സൂരജ് അടക്കമുള്ളവരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാത്ത ദൃശ്യങ്ങൾ ഡെസ്കിൽ നൽകിയിട്ടുണ്ട്. അത് നൽകുമെന്നാണ് പ്രതീക്ഷയുള്ളത്. സ്വാഭാവികമായും അല്പസമയം മുഖ്യമന്ത്രി ഇതുവഴി കടന്നു പോകുമ്പോഴാണ് KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള P. സനോജ് മുഖ്യമന്ത്രിയുടെ നേരെ കരിങ്കൊടി കാണിച്ചത്. കരിങ്കൊടി കാണിക്കുകയും ഉടനെ തന്നെ പോലീസുകാർ ഓടിയെത്തി സനോജിനെ കസ്റ്റഡിയിലെടുത്തു. മറ്റ് 2 KSU പ്രവർത്തകരും ഉണ്ടായിരുന്നു, അവരെയും കസ്റ്റഡിയിലെടുത്തു. തിന്റെ തൊട്ട് മുൻപ് മറ്റ് 2 പേരെ കൂടി കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിനും ാണ് കരുതൽ തടങ്കൽ എന്ന രീതിയിൽ KSUവിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജിനെയും ജില്ലാ വൈസ് പ്രസിഡന്റുമാരെ ഷഹബാസ് എന്നിവരെയും എന്തായാലും പോലീസ് കരുതൽ തടങ്കലിലാക്കിയത്. അതിനുശേഷം കനത്ത ഒരു പോലീസിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പോകുന്ന വഴിയിലുടനീളം ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയിരുന്നത്. ആ പ്രതിഷേധത്തിന് തുടർച്ചയായാണ് ഇന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് ജില്ലയിൽ എത്തുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം KSU പ്രവർത്തകർ പദ്ധതിയിട്ടത്. അതിന്റെ ഭാഗമായി KSU MSF പ്രവർത്തകർ കാത്തിരുന്നു, മുഖ്യമന്ത്രി വരുന്നത് കാത്തിരുന്നു. വെസ്റ്റ് ഒരു ഭാഗത്താണ് MSF പ്രവർത്തകർ കാത്തിരുന്നത്. ആ MSF പ്രവർത്തകരാണ് പിന്നീട് കരിങ്കൊടി കാണിക്കുന്ന രീതിയിലേക്ക് പോയത്. MSF പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പിന്നീട് വെസ്റ്റ് DCC ഓഫീസിന് മുൻപിലെത്തിയപ്പോഴാണ് KSU പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കരിങ്കൊടി കാണിച്ച KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സനോജിനെ ഒപ്പം തന്നെ മറ്റ് 2 നേതാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കരുതൽ തടങ്കലിന്റെ ഭാഗമായി നേരത്തെ തന്നെ 3 നേതാക്കളെ KSUവിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സൂരജ് അടക്കമുള്ള നേതാക്കളെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. റിയാസ്, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുന്നത് ഈ വിഷയത്തിൽ ആദ്യമാണ് എന്ന് കരുതാം. എന്തായാലും വലിയ പ്രതിഷേധം കോഴിക്കോട് ഈ വിഷയത്തിൽ അരങ്ങേറുകയായിരുന്നു. MSFന്റെ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടരുകയാണ്, ഇന്നും തുടരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ സമരം ശക്തമാക്കാനാണോ തീരുമാനം? തീർച്ചയായും നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതാണ് മുഖ്യമന്ത്രിക്കെതിരെ കാണിച്ച ആ ഒരു പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ തന്നെ പോലീസ് ആ സുരക്ഷ എല്ലാം മറികടന്നുകൊണ്ടാണ് KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. വരുന്ന ദിവസങ്ങളിലും സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഈ വിദ്യാർത്ഥി സംഘടനകൾ, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള മറ്റു മന്ത്രിമാരെയും വഴിയിൽ തടയുമെന്നൊരു സൂചന കഴിഞ്ഞ ദിവസം MSF ഉൾപ്പെടെ നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്ന് NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ബീച്ചിൽ ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. അതിനും തൊട്ടു മുന്നോടിയായി MSF പ്രവർത്തകരും കരിങ്കൊടി കാണിച്ചു എന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് KSU MSF പ്രവർത്തകർ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചിരിക്കുന്നു. ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഏകദേശം കോഴിക്കോട് ജില്ലയിൽ മാത്രം 7000-ലധികം വിദ്യാർത്ഥികൾ, മലപ്പുറം ജില്ലയിൽ 32,000-ലധികം വിദ്യാർത്ഥികൾ, അങ്ങനെ മലബാർ ജില്ലകളിൽ 1,00,000-ത്തിലേറെ വിദ്യാർത്ഥികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്
ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അതിനെതിരെ SFI അടക്കം സമരരംഗത്ത് ഇറങ്ങുമെന്ന് ഇന്നലെ നേതാക്കൾ ഉൾപ്പെടെ സൂചിപ്പിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം KSUവിന്റെ ഭാഗത്തുനിന്നും MSFന്റെ ഭാഗത്തുനിന്നും അരങ്ങേറിയിരിക്കുന്നത്. റിയാസ്, കണക്കുകൾ നോക്കുമ്പോൾ എത്രമാത്രം പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഈ രംഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ +2 ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം റിയാസ് സൂചിപ്പിച്ചു. പക്ഷേ വിദ്യാർത്ഥി സംഘടനകളുടെ ആശങ്ക അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വിദ്യാർത്ഥികളുടെ ആശങ്ക ഈ കാര്യത്തിൽ എന്താണ് ഇനിയും? വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അവസാനഘട്ട അലോട്ട്മെന്റും റീ അലോട്ട്മെന്റും പൂർത്തീകരിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. എന്നാൽ 3ാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ഇപ്പോഴും 1,00,000-ലേറെ വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വലിയ തോതിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നതും മുഖ്യമന്ത്രിക്കെതിരെ പോലും കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതും. ഇത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി, വലിയ സമര വിഷയമായി ഉയർന്നു വരികയാണ്. ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് കനത്ത സുരക്ഷ ഒരുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഭാഗം കൂടിയാണ് പോലീസ് നേരത്തെ പരിശോധന നടത്തിയത്. തുടക്കത്തിൽ 3 KSU നേതാക്കളെ കരുതൽ തടങ്കലിലെടുത്തത്. എന്നാൽ ആ കരുതൽ തടങ്കലിനും KSUവിന്റെയോ MSFന്റെയോ പ്രതിഷേധത്തെ തടയാനായില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്കെതിരെ വെസ്റ്റ് വെച്ച് നടത്തിയ ഈ കരിങ്കൊടി പ്രതിഷേധം വ്യക്തമാക്കുന്നത്. കോഴിക്കോട്ട് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രയോഗം. MSF KSU പ്രവർത്തകർ ഇരുകൂട്ടരും 2 വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധം അറിയിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. KSU പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കൂടുതലായി നമുക്ക് കാണാം. KSU പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഇപ്പോൾ കോഴിക്കോട്ട് ഈ സ്ഥലത്ത് സംഘർഷമുണ്ടായ സ്ഥലത്ത് സ്ഥിതിഗതികൾ ശാന്തമാണോ റിയാസ്? ഇപ്പോൾ എന്തായാലും സ്ഥിതിഗതികൾ ശാന്തമാണ്. പ്രവർത്തകരെ എല്ലാം തന്നെ ഇവിടെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അല്പസമയത്തിനകം തന്നെ NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനം, അതിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം കോഴിക്കോട് ബീച്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. റിയാസ്, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ മറ്റൊരു പ്രശ്നവുമായി മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ കരിങ്കൊടി നേരിടേണ്ടി വരുന്നത്. എന്തായാലും പോലീസ് ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഇത്തരത്തിലൊരു കരിങ്കൊടി കാണിക്കൽ അവിടെ ഉണ്ടാകും എന്ന് കരുതിയിരുന്നതാണോ പോലീസ്? എന്തായാലും ഉച്ച കഴിഞ്ഞ് തന്നെ പോലീസിന് ഇത് സംബന്ധിച്ച ചില സൂചനകൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ശക്തമായൊരു സുരക്ഷാ സന്നാഹം മുഖ്യമന്ത്രി വരുന്ന വഴികളിൽ ഉൾപ്പെടെ ഒരുക്കിയിരുന്നു. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി ഈ കടന്നു വരുന്ന ഒരു വഴിയിൽ സുരക്ഷ ഒരുക്കിയെങ്കിലും ഈ കരിങ്കൊടി പ്രതിഷേധത്തെ തടയാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ നവകേരള സദസ്സിന്റെ ഭാഗമായി ആദ്യത്തെ കരിങ്കൊടി പ്രതിഷേധം കല്യാശ്ശേരിയിൽ നടന്നു. അതിനുശേഷം പിന്നീട് ശക്തമായി വഴിയിലുടനീളം കരിങ്കൊടി പ്രതിഷേധം നടന്നത് കോഴിക്കോട് ജില്ലയിലായിരുന്നു. അതിനുശേഷമാണ് ഈ +1 സീറ്റ് പ്രതിസന്ധി സംബന്ധിച്ച വിഷയത്തിൽ വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധം മറ്റിടങ്ങളിൽ കൂടി ഉണ്ടാകുമെന്നൊരു സൂചന ഈ KSU MSF നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം പോലീസിനും ഉണ്ടാകും. പോലീസ് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഇനിയുള്ള സഞ്ചാര പഥങ്ങളിലുടനീളം വലിയ തോതിലുള്ള സുരക്ഷ ഒരുക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രി ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശരി റിയാസ്, കോഴിക്കോട്ട് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം KSU പ്രവർത്തകരും MSF പ്രവർത്തകരും പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കോഴിക്കോട് NGO സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി എത്തിയത്. വരുന്ന വഴിയിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നെങ്കിലും അത് മറികടന്നാണ് പ്രവർത്തകർ, KSU പ്രവർത്തകരും MSF പ്രവർത്തകരും പോലീസിനെ തടുത്തുമാറ്റി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കരിങ്കൊടി പ്രയോഗിച്ചത്. ഇപ്പോൾ പ്രവർത്തകരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമാണ്. പക്ഷേ വിദ്യാർത്ഥി സംഘടനകൾ ഇക്കാര്യത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്.
കുട്ടികളുടെ സീറ്റാ അതിനുള്ള സമര അടിച്ച കുട്ടികളുടെ സമരം